നമസ്കാരം. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നു. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ സൈന്യം സിറിയൻ വിമതരും തമ്മിലുള്ള പോരാട്ടമാണ് കനക്കുന്നത്. ഇതുവരെ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 277 ആയി. കൊല്ലപ്പെട്ടവരിൽ 27 പേർ സാധാരണക്കാരാണ്. ഇവരിൽ 7 കുട്ടികളും ഉൾപ്പെടും. ടർക്കിഷ് സായുധ സംഘങ്ങളുടെ പിന്തുണയോടെ സുന്നി സായുധ സംഘമായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന്റെ നേതൃത്വത്തിലാണ് ബഷാറുൽ അസദിന്റെ സർക്കാരിനെതിരെയുള്ള സായുധ കലാപം അരങ്ങേറിയത്. ഇദ്ലിബിൽ ദിവസങ്ങളായി സിറിയൻ സൈന്യവും സായുധ സംഘങ്ങളും തമ്മിലുള്ള കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. വെള്ളിയാഴ്ചയോടെയാണ് ആയിരക്കണക്കിന് കലാപകാരികൾ രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ വടക്കുള്ള അലപ്പോയിലെത്തിയത്. 2016 സൈന്യം നഗരം തിരിച്ചുപിടിച്ച ശേഷം ആദ്യമായാണ് HDSന്റെ നേതൃത്വത്തിലുള്ള വിമതർ അലപ്പോ നഗരത്തിൽ പ്രവേശിക്കുന്നത്. അലപ്പോയുടെ 5 സമീപ പ്രദേശങ്ങളുടെ നിയന്ത്രണം വിമതർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇദ്ലിബിലും അലപ്പോയിലുമായി തന്ത്രപ്രധാനമായ 50 പട്ടണങ്ങളും ഗ്രാമങ്ങളും ഇവർ പിടിച്ചു. അലപ്പോ സർവകലാശാലയ്ക്കു നേരെ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികളടക്കം 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള 2019 സമാധാന കരാർ വിമതർ ലംഘിച്ചെന്ന് സിറിയൻ സൈന്യം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.